ഹോർമസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായ സൈനിക നീക്കങ്ങളിലേക്ക് വഴിമാറുകയാണ്. മേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏത് ബോട്ടുകളെയും വെടിവെച്ച് വീഴ്ത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നിർദ്ദേശം നൽകി. ഇറാനിയൻ നാവികസേനയുടെ ഏകദേശം 159 കപ്പലുകൾ ഇതിനോടകം തന്നെ തകർക്കപ്പെട്ടതായും ട്രംപ് അവകാശപ്പെടുന്നു. ഹോർമസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായിരിക്കുകയാണ്. അതിരൂക്ഷമായ സൈനിക നീക്കങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏത് ബോട്ടുകളെയും വെടിവെച്ച് വീഴ്ത്താനാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ നാവികസേനയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം പ്രഖ്യാപനം നടത്തിയത്. വലിപ്പ വ്യത്യാസമില്ലാതെ തടസ്സമുണ്ടാക്കുന്ന ഏത് ബോട്ടും തകർക്കാൻ മടിക്കേണ്ടതില്ലെന്നാണ് നാവികസേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാനിയൻ നാവികസേനയുടെ ഏകദേശം 159ഓളം വരുന്ന കപ്പലുകൾ ഇതിനോടകം തന്നെ തകർക്കപ്പെട്ടതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ ഹോർമസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ നാവികസേനയുടെ കൈപ്പിടിയിലായതാണെന്നും അമേരിക്കയുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും അവിടെ പ്രവേശിക്കാനോ പുറത്തു പോകാനോ സാധിക്കില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാനുമായി ഒരു കൃത്യമായ ഉടമ്പടിയിൽ എത്തുന്നതുവരെ ഈ നിയന്ത്രണം തുടരുമെന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. കൂടാതെ മേഖലയിൽ മൈൻ സ്വീപ്പറുകളുടെ പ്രവർത്തനം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 കപ്പലുകളെ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഈ ശക്തമായ നീക്കം. ഇറാനിയൻ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ട്രംപ് തന്റെ പോസ്റ്റുകളിലൂടെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ തീവ്രവാദികളും മിതവാദികളും തമ്മിലുള്ള കലഹം രൂക്ഷമാണെന്നും അവിടെ ആരാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണെന്നുമാണ് അദ്ദേഹം പരിഹസിച്ചത്. മിതവാദികളെന്ന് അവകാശപ്പെടുന്നവർ ഒട്ടും മിതവാദികളല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.